ഹലോ ഫ്രണ്ട്സ്, പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്താൽ ഉദാഹരണത്തിന് 125 അല്ലെങ്കിൽ 250 അങ്ങനെ ഏതെങ്കിലും ഒരു 2-3 ഡിജിറ്റ് അല്ലെങ്കിൽ 4 ഡിജിറ്റ് 5 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്താൽ അതിനെ നമ്മൾ ആ നമ്പറുകളെ കറസ്പോണ്ടിങ് വേർഡായിട്ട് മാറ്റണം. അതിനു വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ആ പ്രോഗ്രാമിലോട്ട് കിടക്കാം. നമുക്ക് അതിനായിട്ട് ആദ്യം ഒരു നമ്പറിൻ്റെ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇപ്പോൾ ഓരോ നമ്പർ കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 0, 1, അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു ഡിക്ഷണറി നെയിം എന്ന് പറഞ്ഞ ഡിക്ഷണറി തയ്യാറാക്കുക. അതിൽ നമ്മൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേർഡ് 0, 1ന് കറസ്പോണ്ടിങ് 1, അങ്ങനെ അപ് ടു 9 വരെ ഉള്ളത് നമ്മളിങ്ങനെ തയ്യാറാക്കുക. അടുത്തായിട്ട് നമുക്ക് നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഗെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻപുട്ട് എൻ്റർ ആയ നമ്പർ എന്ന് പറയുക. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനെ നമ്മൾ ഈ നമ്പറിനെ ഒരു ലിസ്റ്റാക്കി മാറ്റുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് ഈ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതൊന്ന് പ്രിൻറ്റ് ചെയ്യാം. നം ലിസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. ഞാനിവിടെ നമ്പർ എൻ്റർ ചെയ്യുന്നു 1, 2, 3 എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് കണ്ടോ 1, 2, 3 സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് പോലെ നമുക്ക് കിട്ടി. അതിന് വേണ്ടിയാണ് നമ്മളിത് ലിസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്ത് ഇതിനെ നം ലിസ്റ്റാക്കി മാറ്റിയത്. ഇനി നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മളൊരു ഫോർ ലൂപ്പ് പറയുക. ഫോർ ഐ ഇൻ നം ലിസ്റ്റ് എന്ന് പറയുക. ഇനി നമ്മൾ പ്രിൻ്റ് പറയുക. പ്രിൻ്റ് നെയിം ഡോട്ട് ഗെറ്റ് പറയുക. ഇതിനകത്ത് നമ്മളൊരു കീ ആണ് പറയേണ്ടത്. ആ കീക്ക് വരെ നമ്മളിവിടെ ഐ എന്ന് പറഞ്ഞ് എടുത്താൽ മാത്രം മതി. നമുക്ക് ഇനി ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് സേവ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ സെയിം 123 എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാം 1, 2, 3 എന്നത് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഞാനിത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. അവിടെ നമ്മൾ കീ ആയിട്ട് 0, 1, 2, 3 എന്നുള്ള നമ്പർ കൊടുത്തു. വാല്യൂ ആയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കൊടുത്തു. അതിനുശേഷം യൂസറിൽ നിന്നൊരു ഇൻപുട്ട് ഗെറ്റ് ചെയ്യുന്ന നം എന്ന് പറഞ്ഞൊരു വേരിയബിളോട്ട്. എന്നിട്ട് നമ്മൾ ഈ നം എന്നുള്ള വേരിയബിളിൽ നം ലിസ്റ്റാക്കി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാം ഇതിനെ ഓരോ സെപ്പറേറ്റ് നമ്പറായിട്ട് മാറ്റി. ഇപ്പോൾ 123 എന്നുള്ളത് ഒരു നമ്പറിന് 1, 2, 3 അങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിക്ഷണറിക്കകത്തോട് നമുക്ക് കീ എൻ്റർ ചെയ്താൽ ഇവിടെ ഡിക്ഷണറി നെയിം ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കീ ഇവിടെ എൻ്റർ ചെയ്താൽ അത് ആ വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് ഈ ഡിക്ഷണറി ഈ ലിസ്റ്റിനെ നമ്മളൊരു ലൂപ്പിലോട്ട് പാസ് ചെയ്ത് ഇവിടെ നമുക്ക് ഐ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന 1, 2, 3 ഓരോ പ്രാവശ്യം ഈ ലൂപ്പിൽ വരുമ്പോൾ കിട്ടും. അത് ഈ ഗെറ്റിലോട്ട് പാസ് ചെയ്യുമ്പം ഇപ്പോൾ ആദ്യം നമ്മൾ ഐ 125 ഉണ്ടെങ്കിൽ ഐ 1 ആയിരിക്കും. അപ്പോൾ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 എന്നുള്ളത് അത് പ്രിൻറ്റ് ചെയ്യും. അടുത്തത് 2 ആണ് അടുത്ത നമ്പറായിട്ട് എൻ്റർ ചെയ്യുന്നത് 125. അപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് ഇത് എൻ്റർ ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. അടുത്തത് 3 ആണ്. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇത് പ്രിൻറ്റ് ചെയ്യും, വേർഡ് ഇത് പ്രിൻറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.